നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടാ, അവളോട് സത്യം തുറന്നു പറയാൻ പലതവണ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്ന് ചാടും. ജഗ, ഇനി ഇത് വൈകിക്കരുത്. നീയാണ് വന്ദനയുടെ കഴുത്തെ താലിയട്ടെന്ന് അവളെ അറിയിച്ചാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. 3 മാസം കഴിഞ്ഞുള്ള ഒരു മുഹൂർത്തമില്ല ജോത്സ്യം പറയും. അതിനു വേണ്ടി ഏർപ്പെടാതെ നീ ചെയ്തില്ലേ? നോക്കാം. ഇന്നേക്ക് 10-ാം ദിവസം മീനം 11-ന് നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ട്. അത് തീരുമാനിക്കാമോ? പെട്ടെന്നായിപ്പോയോ? വഴിയുണ്ട്. അയ്യോ ജോത്സ്യരെ, അതെങ്ങനെ ശരിയാവനെ? 10 ദിവസം കൊണ്ട് എങ്ങനെയാ കല്യാണം നടത്തുന്നത്? അതൊന്നും സാരമില്ല. 10 ദിവസമെങ്കിൽ 10 ദിവസം. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താൻ ആവശ്യം പോലെ ആൾക്കാരുണ്ട്, അല്ലേ ഏട്ടാ? ദേഹണ്ണക്കാരൻ നേരത്തെ പറഞ്ഞു വെച്ച് അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ തീയതി അറിയിച്ചാ മതി. ജഗൻ മുന്നമ്മലെ കരുണാകരക്കുറുപ്പിന്റെ മകനായതുകൊണ്ട് സിറ്റിയിലെ ആ വലിയ ഓഡിറ്റോറിയം കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ കല്യാണം ക്ഷണിക്കുന്നത് ഇപ്പൊ നേരിട്ട് പോയി ക്ഷണിക്കുന്ന ഏർപ്പാടൊന്നും ഇല്ലല്ലോ ജോത്സ്യരെ. അതെ അതെ, അത്യാവശ്യം വേണ്ടുന്നവരെ മാത്രം നേരിട്ട് പോയി വിളിക്കുന്നു. അല്ലാത്തവരെ ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയാണ് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ക്ഷണിക്കാറ്. അതൊക്കെ ഇപ്പൊ എല്ലാരും അംഗീകരിക്കോ? നമുക്കൊരു ദിവസം കാർ എടുത്തോണ്ടങ്ങ് ഇറങ്ങാം. അതെ, കുറുപ്പ് നേരിട്ട് ക്ഷണിക്കുന്ന പോലെ തന്നെ വിലയുണ്ട് കുറുപ്പിന്റെ ഫോൺ കോളിനും മെസ്സേജിനും. അത് ശരിയാ. കൊട്ടാരത്തിലെ മഹോത്സവത്തിന് എല്ലാവരെയും നേരിട്ട് പോയി ക്ഷണിച്ച ചരിത്രം രാജാവിനില്ല. കുറുപ്പ് സാറും ഒരു കൊച്ചു രാജാവല്ലേ? അതാണ് അതിന്റെ പോയിന്റ്. നിക്ക് പറയാം. ഗൗളി ചിലച്ചല്ലോ. മുഹൂർത്തത്തിന് എന്തോ ദോഷമുണ്ടല്ലോ സാറേ. എന്റെ ജോത്സ്യരെ, ഈ ഗൗളിയൊക്കെ ഇപ്പൊ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുവോ? അതിന് വിശന്നിട്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാന്നുള്ള പണി നോക്കൂ ജോത്സ്യരെ, നോക്കിക്കേ. ജഗന്റെയും നീലിമയുടെയും ഗ്രഹനില വെച്ച് നോക്കുമ്പോ ആ മുഹൂർത്തത്തില് വിവാഹം നടത്താനേ പാടില്ല. വിവാഹത്തിന് മുമ്പ് കുറുപ്പ് സാറിന്റെ വീട്ടില് ഒരു ദുർമരണം തന്നെ സംഭവിച്ചേക്കാം എന്നാണ് ആരൂഢത്തിൽ തെളിഞ്ഞത്. മരണമുഹൂർത്തം. മരണമുഹൂർത്തോ? ഏയ്, അതേതായാലും വേണ്ട. അല്ല, ഈ ദുർമരണം ഒഴിവാക്കാൻ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ ജോത്സ്യരെ? ആ മുഹൂർത്തത്തില് വിവാഹം നടത്തരുത്. അതേ ഉള്ളൂ പരിഹാര മാർഗം. വടക്കേക്കോലയിലെ ജോത്സ്യം തെറ്റിയ ചരിത്രം ഇല്ലെന്നാ കേട്ടിട്ടുള്ളത്. അതെ, മുഹൂർത്തം ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ?
അതിലേക്ക് 90-ാം ദിവസം കഴിഞ്ഞ്, അതായത് 3 മാസം കഴിഞ്ഞ് ഉത്തമത്തിൽ ഉത്തമമായൊരു മുഹൂർത്തമുണ്ട്. ആ ശിഷ്ടഗ്രഹങ്ങളെല്ലാം ഒരേ ദിശയിൽ വരുന്ന സമയം. നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിദോഷവും ഇല്ല. ആ മതി. ആ മുഹൂർത്തത്തിൽ വിവാഹം നടന്നാല് നീലിമ ദീർഘസുമംഗലിയായി ഭവിക്കും. ആ ജഗന് ആയുരാരോഗ്യത്തോടുകൂടി ഭർത്താവായി വാഴാനും യോഗമുണ്ട്. എന്നാ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല. 3 മാസം കഴിഞ്ഞുള്ള മുഹൂർത്തം തന്നെ കുറിക്കാം. ജ്യോത്സ്യമല്ലേ, കണക്കല്ലേ, വിധിയല്ലേ. ജ്യോത്സ്യരുടെ ശാസ്ത്രവിധി പ്രകാരമുള്ള മുഹൂർത്തം തന്നെ കുറിച്ചേക്ക്. ജഗ, ചെലവിയണം. ജോത്സ്യരെ പർച്ചേസ് ചെയ്ത് ഞാൻ നിന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കുറെ കാലത്തേക്ക് നീലിമയുടെ തലേതന്നെ ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ തന്റെ ഇടത്തോടെ വന്ദനയോട് പറയണം. അതിനെ ഒട്ടും വൈകിക്കരുത്. എടാ, അവളോട് സത്യം തുറന്ന് പറയാൻ പലതവണ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്ന് ചാടും. ജഗ, ഇനി ഇത് വൈകിക്കരുത്. നീയാണ് വന്ദനയുടെ കഴുത്തിൽ താലികെട്ടെന്ന് അവളെ അറിയിച്ചാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. പെട്ടെന്നൊരു പെണ്ണത് അംഗീകരിച്ച് തരണമെന്നുമില്ല. നിന്റെ വീട്ടിൽ ഇത് അറിയുമ്പോഴും ചിലപ്പോ ഭൂകമ്പവും സുനാമിയൊക്കെ ഉണ്ടാവും. നിന്റെ അച്ഛൻ കുറുപ്പ് വാളെടുത്ത് വെളിച്ചപ്പാട് തുള്ളി ഇറങ്ങും. പതുക്കെ പതുക്കെ നിന്റെ അച്ഛൻ കുറുപ്പും ഈ ബന്ധത്തെ അംഗീകരിക്കും. എല്ലാ പ്രണയവിവാഹവും ഇങ്ങനെയൊക്കെ തന്നെയാ സംഭവിച്ചിട്ടുള്ളത്. ആര് കെട്ടിയെന്നറിയാതെ താലിയും ചുമന്ന് നടക്കുന്ന വന്ദന ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും കാണിച്ച പിന്നെ കരഞ്ഞു വിളിച്ച് നടക്കാനേ പറ്റൂ. പെണ്ണിന്റെ ശാപം അതിനേക്കാൾ വലിയ മഹാപാപമൊന്നുമില്ല. എനിക്കിനിയൊന്നും ഉപദേശിക്കാനില്ല. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.